ആൽഫ കണ്ടു. യാഷ് രാജ് ഫിലിംസ് അഥവാ YRFന്റെ സ്പൈ യൂണിവേഴ്സിൽ വരുന്ന പടമാണ്. ശിവ് റവേലാണ് ഇതിന്റെ ഡയറക്ടർ. ആലിയ ഭട്ട്, ഷെർവാരി, അനിൽ കപൂർ, ബോബി ഡിയോൾ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്ന് ഈ ഹിന്ദി ആക്ഷൻ സ്പൈ ത്രില്ലർ സിനിമയെ കുറിച്ച് 1999 കാർഗിൽ അറ്റാക്കിനെ തുടർന്ന് കേണൽ ഫത്തേഹ് സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഫോഴ്സിന് രൂപം നൽകുന്നതും തുടർന്ന് എന്തുണ്ടായി എന്നുള്ളതുമൊക്കെയാണ് ആൽഫ എന്ന സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് ആദ്യം തോന്നിപ്പിച്ചിട്ട് പിന്നെ ക്ലീഷേ ആൻഡ് പ്രഡിക്റ്റബിൾ ആയിട്ട് മാറിയ മറ്റൊരു നിർഗുണ ആക്ഷൻ സ്പൈ പടമാണിത്. ഓൾറെഡി ഉള്ള കബീർ, പഠാൻ തുടങ്ങിയ YRF സ്പൈ യൂണിവേഴ്സിലെ പുരുഷ കേസരികൾക്കൊപ്പം ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി സ്ത്രീ കഥാപാത്രങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുവന്ന ഒരു കത്തിപ്പടം. ഇന്ത്യൻ ആർമിയെയും റോയെയും ഒക്കെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ ഇരിക്കുന്നവരൊക്കെ ഇത്രയും മണ്ടന്മാരാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന വിധത്തിലാണ് ഇതിലെ വില്ലന്റെ പ്രവർത്തികളൊക്കെ. ഇത് ശരിക്കും റിവേഴ്സ് ദുരന്തർ ആണ് എന്ന് പറയാം. ദുരന്തർ തിരിച്ചു വെച്ചിട്ടുള്ള കഥയാണ്, ഒരു കംപ്ലീറ്റ് ദുരന്തം. ദുരന്തർ എന്തൊക്കെയാണെങ്കിലും സ്പൈ ആക്ഷൻ പടങ്ങൾക്ക് ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചായിരുന്നു. പക്ഷെ YRFന്റെ ശങ്കരൻ സ്പൈകളൊക്കെ ആണെങ്കിൽ ഇപ്പോഴും തെങ്ങിമ തന്നെയാണെന്നുള്ളതാണ്. ഓൾഡ് സ്കൂൾ മസാല ട്രീറ്റ്മെന്റ് ഉള്ള ഒരു യൂഷ്വൽ ആവറേജ് സ്ക്രിപ്റ്റ് ആണ് ഈ പടത്തിന്റെ മെയിൻ പോരായ്മ. പണ്ട് ഹേമമാലിനി ഡബിൾ റോളിൽ അഭിനയിച്ച 1972 റിലീസായ സീത ഓർ ഗീത എന്നൊരു പടമുണ്ട്. അതിന്റെ ബേസിക് പ്ലോട്ട് എടുത്തു വെച്ചിട്ട് YRF സ്പൈ യൂണിവേഴ്സിൽ ഒരു ആൽഫ സിറം കൂടി കുത്തിക്കയറ്റി ഉണ്ടാക്കിയ ഒരു കഥയാണ് ഇതിനുള്ളത്. തുടക്കത്തിലൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, ലോജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചുമ്മാ ഒരു സൂപ്പർ ഹീറോ പടം അല്ലെങ്കിൽ ഒരു അതിമാനുഷിക പടം എന്ന രീതിയിലെങ്കിലും കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ വരികയായിരുന്നു. അത്യാവശ്യം എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ട്. ആലിയ ഭട്ട് അത്യാവശ്യം കൊള്ളാമായിരുന്നു. അപ്പോഴാണ് ഷെർവാരി സ്പെയിനിൽ നിന്നും ഡാൻസ് കളിച്ചുകൊണ്ട് വരുന്നത്. സത്യം പറയാലോ, അവര് വന്നപ്പോ തൊട്ട് പടം മലം കൾട്ടായിട്ട് മാറി. പിന്നെ പടം താഴേക്ക് പോയി സ്ഥിരം കാഴ്ചകളായി മാറുകയാണ്. സീതാരാമൻ റെഫറൻസ് ഒക്കെ വെച്ചിട്ട് പതിവ് ഹിന്ദി തെലുഗു പടങ്ങളൊക്കെ പോലെ അവിടുത്തെ പ്രേക്ഷകരെ സോപ്പിട്ട് പറ്റിക്കാനുള്ള രാമായണം കണക്റ്റഡ് മാർക്കറ്റിംഗ് പദ്ധതിയൊക്കെ ഇതിലും നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫലമൊന്നുമില്ല. ഇനി ആക്ഷൻ സീൻ ആണെങ്കിലും തുടക്കത്തിൽ വലിയ കുഴപ്പമില്ലായിരുന്നെങ്കിലും പിന്നെ കത്തിയായിട്ട് മാറുകയാണ് ചെയ്തത്. ട്രോൾ ലെവൽ ക്രിഞ്ച് ഐറ്റംസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പെർഫോമൻസിൽ ആലിയ കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് കാണാനുമുണ്ട്. അവരുടെ ക്യാരക്ടർ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തുടങ്ങിയതും. ആറ്റിറ്റ്യൂഡ് പിടിച്ചേക്കുന്നതും നൈസ് ആയിരുന്നു. പക്ഷെ എഴുതി വെച്ചേക്കുന്നത് ക്ലീഷ ആയിട്ടാണ്. പോകെ പോകെ നമുക്ക് മനസ്സിലാവും. ആലിയ ഒരു റഫ് ആൻഡ് ടഫ് ഗേൾ സ്റ്റൈൽ ആണെങ്കിൽ ഷെർവാരി ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് വെറുപ്പിക്കലാണ്. ആ ക്യാരക്ടർ നന്നായിട്ട് എഴുതിയിട്ടുമില്ല, ചുമ്മാ ഒരു ഐ ക്യാൻഡി പരുവ റോൾ എന്ന് പറയാം. ദുരന്തർ കണ്ടപ്പോഴാണ് ഇതിലെ വില്ലൻ ക്യാരക്ടറിന്റെ ഐഡിയ കിട്ടിയെന്ന് ഉറപ്പാണ്. ആന്റി ദുരന്തർ ക്യാരക്ടറായിട്ട് സൃഷ്ടിച്ചെടുത്ത ഒരു വില്ലനാണ് ഇതിലുള്ളത്. അനിൽ കപൂർ, ബോബി ഡിയോൾ ഇവർക്കൊക്കെ ക്ലീഷ റോൾ തന്നെയാണ്. YRF സ്പൈ യൂണിവേഴ്സിലെ ഒരു പ്രമുഖ ഹീറോ ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. പുള്ളിയുടെ പേര് പറയുമ്പോഴേ വില്ലന്റെ ആൾക്കാർ പേടിച്ച് കാശ്മീർ പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി രക്ഷപ്പെടുന്നതാണ് കാണുന്നത്. പിന്നെ ദിയ മിർസയും ഒരു ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. ടെക്നിക്കലി ഇതിന്റെ ക്യാമറ എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ് ഒക്കെ ഡീസന്റ് ആണ്. കാശ്മീരിലെ വിഷ്വൽസ് നൈസ് ആയിരുന്നു. മ്യൂസിക് വലിയ ഗുണമൊന്നും തോന്നിയില്ല. ഇതിലെ ദുരന്തം ശരിക്കും പറഞ്ഞാൽ ആക്ഷൻ കൊറിയോഗ്രഫിയാണ്. അന്യായ കത്തിയാണ് അവിടെ ഇവിടെ കേട്ട് കാണാനുള്ളത്. CID മൂസയിലൊക്കെ പറയുന്നത് പോലെ എന്ത് ആ വെടിയുണ്ട എന്റെ നേരെയല്ലേ വരുന്നത്, ഒഴിഞ്ഞു മാറിയേക്കാം, ആ ലെവൽ ഐറ്റമാണ് ഇതിലെ ആക്ഷൻ. ഇപ്പൊ ആലിയ ഭട്ടും ബോബി ഡിയോളും തമ്മിലുള്ള ആക്ഷൻ സീനിടെ ആകാശത്തേക്കൊരു കൂന്താലി പോകുന്നുണ്ട്. പിന്നെ താഴെ അവർ തമ്മിൽ ഇടിക്കുന്നു, മഴ പെയ്യുന്നു, ഇടിവെട്ടുന്നു. അപ്പുറത്ത് റെയിൽവേ ട്രാക്കിൽ കൂടി 1.5 മണിക്കൂർ വൈകി ഓടുന്ന കൊല്ലം പാസഞ്ചറെ 2 കിലോമീറ്റർ വേഗത്തിൽ പാസ് ചെയ്യുന്നു. തൊട്ടടുത്ത തിയേറ്ററിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ സ്റ്റാർട്ട് ചെയ്ത് ഇന്റർവെൽ ആകുന്നു. ആ പടം കണ്ടുകൊണ്ടിരിക്കുന്ന 2 മാസം ഗർഭിണിയായ സ്ത്രീ 8 മാസം കൂടി കഴിഞ്ഞ് പ്രസവിക്കുന്നു. സ്റ്റിൽ കൂന്താലി താഴെ വന്നിട്ടില്ല. സോ ലോജിക്ക്, സയൻസ്, ഫിസിക്സ്, ഗ്രാവിറ്റി എല്ലാ കുറ്റിയും അതിജീവിച്ച ആക്ഷനാണ് ഇതിനകത്തുള്ളത്. ഇത്തരത്തിൽ വയ്യാത്ത സ്പൈ യൂണിവേഴ്സിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില അസുലഭ സുന്ദര കാഴ്ചകൾ ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇമോഷണൽ കണക്ഷൻ, ക്യാരക്ടർ ഡെപ്ത് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ചോദിക്കരുത്, ഇല്ല. കഥ പ്രഡിക്റ്റബിളുമാണ്. മൊത്തത്തിൽ ദുരന്തരൊക്കെ അതിൽ പൊളിറ്റിക്കൽ സൈഡിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷെ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊണ്ട് സ്പൈ ആക്ഷൻ ജോണറിന് തന്നെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രേക്ഷകരും ആ ഒരു ലെവൽ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിലും ബെറ്റർ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് ഇതുപോലുള്ള ഔട്ട്ഡേറ്റഡ് ഐറ്റവുമായിട്ട് യാഷ് രാജ് ഫിലിംസ് വരുന്നത്. സോ ഇവരുടെ യൂണിവേഴ്സിൽ നിന്നുള്ള മറ്റൊരു നിർഗുണ പടമാണിത്. ഇനിയിപ്പോ ബീറ്റ, ഗാമ അങ്ങനെ കിടപ്പുണ്ടല്ലോ. സോ ഇനിയും പടങ്ങൾ വന്നുകൊണ്ടിരിക്കും. സോ ഈ ആൽഫ എനിക്ക് വർക്കായില്ല, പക്ഷെ എന്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്ക് ഇതൊരു ഗംഭീര സിനിമയായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടാവും. പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 20 മിനിറ്റ് ആണ് ദൈർഘ്യം. 18+ ഒന്നുമല്ല, പ്രമേയം കൊണ്ട് ഒരു UA 16+ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.